ഞാൻ ചോദിച്ച ചോദ്യം, ഈ അടുത്ത സർക്കാർ വരുന്നതും വരെ കേരളത്തിലെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും നിതിൻ രാജിനെ പോലെ നീതി നിഷേധിക്കപ്പെട്ട ആളുകളുടെ നീതിയും ആരാണ് ഉറപ്പാക്കുക? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ഇന്നത്തെ ഈ ഹർത്താലിൽ രാജു പിന്തുണ കൊടുത്തിട്ടുണ്ടോ? രാജുവിന്റെ പാർട്ടി പിന്തുണ കൊടുത്തിട്ടുണ്ടോ? രാജുവിന്റെ പാർട്ടി അതിന് അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? അവരുടെ പാർട്ടി നേതൃത്വം അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ലല്ലോ. ഈ റാം എവിടത്തുകാരനാ? കർണാടകക്കാരൻ. കർണാടകം ഭരിക്കുന്ന ആരാ? കോൺഗ്രസ്. ഈ റാമിനെ ആരാ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? അതിന്റെ കഥയും കൂടെ പുറത്തു കൊണ്ടുവരണം. അപ്പൊ സ്വാഭാവികമായിട്ടും കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് പിൻബലത്തിൽ റാം ഒളിവിൽ പോയിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് അതിൽ പങ്കുണ്ടോ സംശയിക്കുകയാണ്. കാരണം കർണാടകത്തിലാണ് റാം കർണാടകക്കാരനാണ്. ഈ രാജു പി നായർ ഇവിടെ പറഞ്ഞ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അതും സംശയിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. സർക്കാർ അവരെ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് പറയാൻ കഴിയുമോ? ഇവൻ പൊട്ടനാണ് മുതലാളി. നിഷ, കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഇതേ വാദം കേട്ടിട്ടുണ്ട്. കേരളത്തിലെ MLA ലൈംഗിക പീഡന കേസിൽ ഒളിവിലായിരുന്നപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിനകത്ത് കർണാടകയിലെ കോൺഗ്രസ് ആണ് സംരക്ഷണം കൊടുക്കുന്നതെന്നുള്ള വാദം ഉന്നയിച്ചു. പിന്നെ അത് ഇദ്ദേഹം തന്നെ ശ്രീ ഗോപൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നീട് പിണറായി വിജയൻ എന്ന് പറഞ്ഞു മുൻകൂർ ജാമ്യം കൊടുക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുന്ന സാധാരണ അത്തരത്തിലുള്ള കീഴ്വഴക്കമില്ല, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്. അതുകൊണ്ട് ശ്രീ ഗോപനൊക്കെ പറയുന്നതിനൊക്കെ ഒരു വിലയും ഒരു നിലയുമില്ല. കാരണം അതൊക്കെ നാളെ മുഖ്യമന്ത്രി മറ്റെന്തെങ്കിലും പറഞ്ഞാൽ തിരുത്തപ്പെടേണ്ട ഒന്നാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?